സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ എൻ്റെ ഡിന്നർ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. ഈ പാർട്ടിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ മേളത്തെ റൂമും എൻ്റെ ഗസ്റ്റ് റൂമൊക്കെയാണ് മേളിലിരിക്കുന്നത്. പിന്നെ മേളിലുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ നിങ്ങളെ വിശദമായിട്ട് കാണിക്കുന്നത്. അറിയാലോ വീട്ടിൽ എന്തൊക്കെ സ്പെഷ്യൽ തിങ്സ് ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പം ഇത് നമ്മൾ കണ്ടിന്യൂ പോകുന്നത്. ഈ വീടിൻ്റെ മേളത്തെ ഭാഗം എല്ലാം ഉണ്ടാക്കിയത് ഡിസൈൻ ചെയ്തത്. ചില ഡിസൈനൊക്കെ പപ്പയാണ് ചെയ്തത്, പിന്നെ ചില ഡിസൈനൊക്കെ ആർക്കിടെക്ട് തന്നെയാണ് ചെയ്തത്. അപ്പൊ നമ്മളാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളോട് മേലത്തെ ഭാഗവും ചില മേലത്തെ ഭാഗവും പിന്നെ താഴത്തെ ഭാഗവും എൻ്റെ പപ്പ ഡിസൈൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഈ വീടിന് ഇവിടുത്തെ വീടിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം റൂമിലോട്ട് പോകും. ഓഫ് കോഴ്സ് ഇവിടെ തേക്കുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെ കുറേ ഉടുപ്പുകൾ കാണും. വലിച്ചു മാറി അവിടെ ഇട്ട് ഉത്തമം ഞാൻ മേളിലോട്ടും താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെൻ്റെ രണ്ടാമത്തെ ബെഡ്. ഇത് മുമ്പേ ആൻറ്റിയുടെ റൂമിലായിരുന്നു കിടന്നത്, അതുകൊണ്ട് ഇവിടെ എടുത്തോണ്ട് വന്ന് ഇട്ടതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് അപ്പച്ചൻ്റെ സെയിം കളറുള്ള ലോക്കർ പോലത്തെ ഭാഗം. ബിക്കോസ് ഇത് വേറൊരു ഡിസൈൻ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും. ഗൾഫിൽ പോകുന്ന ആൾക്കാർ പ്രത്യേകം അവിടെ വീട്ടിൽ കാണുമായിരിക്കും. ഇത് പിന്നെ ബാത്റൂമാണ്. ഇതിനകത്ത് ഇത് ഞങ്ങൾ പിന്നെ വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഞങ്ങൾ ഹീറ്റർ മേടിച്ച് ഇവിടെ ഫിക്സ് ചെയ്തതാണ്. കുറേ വർഷമാണ്, പക്ഷെ കേടായിപ്പോയി. എന്ത് പറയാൻ, അതുള്ള എനിക്ക് വിഷമമാണ്. ഇവിടെ കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കേണ്ടി വരും ഗൈസ്. അതുകൊണ്ടാണ്. പിന്നെ ഈ ഭാഗം ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊണ്ട് ഡംപ് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ നമുക്ക് വെളിയിലോട്ട് പോകാം. വെളിയിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന തിങ്സ് ആയിരിക്കും. പക്ഷേ ഈ വീടും ഈ സാധാരണ ഇപ്പം ഉണ്ടാക്കുന്ന വീടും ഈ പണ്ട് ഉണ്ടാക്കിയ വീടിനെക്കാട്ടും ഡിഫറൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ വെളിയിലത്തെ ഭാഗം. ഇത് ഓഫ് കോഴ്സ് എല്ലാവരുടെയും വീട്ടിലും കാണാം. സിനിമയിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഭാഗത്താക്കാൻ നിന്ന് ഷൂട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ആ ഭാഗം നിങ്ങൾക്ക് കാണാം. ഇത് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത് തന്നെ ഞങ്ങൾ എന്തോ ആവശ്യത്തിനായിരുന്നു. എനിക്ക് ഇപ്പോൾ ഉറപ്പില്ല. ഞാൻ ഉണ്ടാക്കിയ ഐഡിയയിലല്ല ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് പപ്പയുടെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. ഇത് എന്തോ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വെക്കാൻ വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് മാറ്റിയപ്പോഴത്തേന് അത് വെറുതെ ഒരു ഭാഗമായി മാറി. പിന്നെ ഇത് ഞങ്ങൾ ആ ഡിസൈൻ ഇന്റീരിയർ ഭാഗത്ത് ഇട്ടപ്പോഴത്തേന് ഈ വീട് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇവിടെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് അപ്പുറത്തെ ഭാഗം കഴിഞ്ഞ് ഇപ്പുറത്തെ ഭാഗം എത്തി. ഇവിടെയൊക്കെ ഗൈസ് മഴ പെയ്താൽ തെന്നിക്കിടക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് ഈ ഭാഗത്തെടുത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. തെന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഞങ്ങൾ ശവപ്പെട്ടിയിലാകും. അതുകൊണ്ട് തെന്നിക്കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഇവിടെയൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് കാണണം. പിന്നെ ഹോം ടൂർ ഞാൻ അവിടുത്തെ കുഞ്ഞു റൂമായതുകൊണ്ട് തന്നെ ഹോം ടൂർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു 1-2 മിനിറ്റിൽ വീഡിയോ തീരും. പക്ഷേ ഇവിടുത്തെ ആണെങ്കിൽ ഇത്രയും വലിയ വികസിച്ച് കിടക്കല്ലേ ഗൈസ്. അപ്പോൾ ഹോം ടൂർ എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും. പിന്നെ താഴത്ത് ഞങ്ങൾക്കൊരു വീടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഫ്രണ്ട് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അകത്ത് ഹോം ടൂർ ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ മേലത്തെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ താഴോട്ട് വന്നു. ഇതാണ് എൻ്റെ വണ്ടിയുടെ കാപ്പ്. പണ്ട് എനിക്കൊരു മാരുതി സുസുക്കി 800 ഉണ്ടായിരുന്നു. എനിക്കല്ല, എൻ്റെ പപ്പയ്ക്കുണ്ടായിരുന്നു. അപ്പം പപ്പയ്ക്കുള്ളത് പിന്നെ ഞങ്ങൾ ഗൾഫിൽ അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ മാത്രമേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ വണ്ടി വിറ്റിട്ട് പിന്നെ ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു റെൻ്റേ കാറായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പപ്പയ്ക്കൊരു ബൈക്കുണ്ട്. ഈ ബൈക്ക് നിങ്ങൾക്കറിയാം, ഇത് പണ്ടത്തെ ഒരു ഹീറോ ഹോണ്ട ബൈക്കാണ്. ഇത് വണ്ടി അത്രയ്ക്ക് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതൊരു ഹീറോ ഹോണ്ട ബൈക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്. അപ്പം നിങ്ങൾക്ക് കാർപോർട്ട് ഇത്രയും വീതി ഞങ്ങൾ ഉണ്ടാക്കിയത് ആ വണ്ടി കയറ്റാനായിരുന്നു. പിന്നെ ഞങ്ങൾ താഴത്തെ വാടകക്കാർക്ക് കാർപോർട്ടിൽ വണ്ടി കയറ്റാൻ കൊടുത്തു. അപ്പം താഴത്തെ വീട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്കത് കാണിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ താഴത്തെ പഴയ വീട് കാണിക്കാമെന്ന്. ഇതാണ് എൻ്റെ പഴയ വീട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. വീഡിയോ ഒന്ന് സൂം ചെയ്തേ ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഈ വീട് പണിയിച്ചത്. ഇതൊരു 2011 ആവും ഞങ്ങൾ ഈ വീട് പണിഞ്ഞെത്തിയത്. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, പക്ഷെ ചെറിയൊരു ഓർമ്മയായിട്ട് എനിക്കറിയാം. പിന്നെ ഉള്ളതെല്ലാം ഞാൻ ഈ വീട്ടിലാണ് ഞാൻ ജനിച്ച് വന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഏതാ വണ്ടിയെന്ന്. പക്ഷെ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. ഈ 2 വണ്ടി കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഏതാണ് പപ്പയുടെ വണ്ടിയെന്ന്. ഇതാണ് ഞങ്ങളുടെ പവർ വണ്ടി, പഴയ വണ്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും നല്ല പവറുണ്ട് ഗൈസ്.
എല്ലാ വണ്ടിക്കും പഴയ വണ്ടികൾക്ക് ഇപ്പോൾ പവറുള്ളത് ഗൈസ്. അന്നത്തെ കാലത്ത് പവർ കൊണ്ടുവരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്യേണ്ടി പിന്നെ കണ്ടിട്ടുള്ളത് ഈ വണ്ടി മാത്രം. ആകെ ഞാൻ പിന്നെ അന്ന് കണ്ടത് ഞങ്ങൾ വിൽക്കാൻ നേരത്തായിരുന്നു, മാരുതി സുസുക്കി വിൽക്കാൻ നേരത്തായിരുന്നു. അത് ഒരു 800 ആയിരുന്നു ഞങ്ങളുടെ കയ്യിരുന്നത്. അത് ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മേടിച്ച വണ്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ വിൽക്കാൻ നേരത്താണ് ഞാൻ ആ വണ്ടി പിന്നെ കണ്ടിട്ടുള്ളത്. എന്നിട്ട് ഗൈസ് എന്നിട്ട് പിന്നെ ഗൈസ് ഇതുണ്ടോ, ഇത് പിന്നെ എൻ്റെ മമ്മിയുടെ കസിനാണ്, കൊച്ചങ്ങൾ ഞങ്ങൾ വിളിക്കും, അവിടെ വണ്ടിയാണിത്. ക്യാമറമാൻ ഞാൻ പറഞ്ഞായിരുന്നു ലിബിൻ്റെ വണ്ടിയാണെന്ന്. പക്ഷേ ലിബിൻ്റെ അല്ല, ലൈജു അങ്കിളുടെ വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ലിബിൻ എൻ്റെ കൊച്ചങ്കളുടെ മോനാണ്, ഇളയ മോൻ എന്ന് പറയും. പിന്നെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നീ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചാലഞ്ച് ആയിട്ടും വരുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.